നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യത്തിലുള്ള വിശ്വാസം പോകും. നേരത്തെ ശ്രീ സുനിൽകുമാർ സാർ പറഞ്ഞ വളരെ പ്രസക്തമായ ഒരു കാര്യമുണ്ട്. അതായത് ബീഹാറിൽ ഏകദേശം 65 ലക്ഷത്തോളം വോട്ടർമാർക്ക് ഡിലീഷൻ ഉണ്ട്. ഈ ഓഗസ്റ്റ് 12-ന് സുപ്രീം കോടതി കേസ് വരുന്നുണ്ട്. ബഹുഭൂരിപക്ഷം നമ്മുടെ മുസ്ലിം സഹോദരന്മാരുടെയും വനിതാ പിന്നോക്ക വിഭാഗ ജില്ലകളിൽ നിന്നാണെന്ന് പല മാധ്യമങ്ങളും കണക്കുകൾ ഉദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്യുന്നു. പല കാര്യങ്ങളും ഇതിൽ SIRൽ സംശയങ്ങൾ ഉന്നയിക്കും. അപ്പൊ സുപ്രീം കോടതി ഇനി ആത്യന്തികമായി ഈ ഫൈറ്റ് കോടതിയിലേക്കും കൂടെ പോകണം. സുപ്രീം കോടതിയും കൂടെ ജാഗരൂകമായി കുറെ കൂടെ ഡിജിറ്റൽ മേഖലയിൽ ഈ കാര്യങ്ങൾ വരണം. ട്രാൻസ്പെറൻസി ഉണ്ടാകണം. ആൾക്കാർക്ക് ക്രോസ് ചെക്ക് ചെയ്യാൻ വേണം. ഇനി ഒരു കാര്യം കൂടെ പറയാം. ബഹുമാനപ്പെട്ട ECയോട് ബഹുമാനത്തോടെ തന്നെയാണ് പറയുന്നത്. അവരുടെ ഈ ടെക്നിക്കൽ ഗ്ലിച്ച് ഉണ്ടായി. അത് ഹിന്ദു അടക്കമുള്ള പത്രങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പലരും ഇലക്ടോറൽ റോള് ഡൗൺലോഡ് ചെയ്യാൻ നോക്കുമ്പോൾ ഒരുപാട് സമയങ്ങളിൽ ഇതിനെ ഡൗൺലോഡ് ചെയ്യാൻ പ്രശ്നവും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇത് സംശയം ഉണ്ടാക്കും. അപ്പം സീസറിന്റെ ഭാര്യ സംശയത്തിന് അതീതയായിരിക്കണം എന്ന് പറയുന്നത് പോലെ ഇവിടെ യഥാർത്ഥത്തിൽ ഇലക്ഷൻ കമ്മീഷൻ സീസർ തന്നെയാണ്. ഇതിൽ അഗ്നിശുദ്ധി നടത്തി തിരിച്ചു വരേണ്ടതും തെളിയിക്കേണ്ടതും ഇലക്ഷൻ കമ്മീഷനാണ്. ദി ഓണസ് ഈസ് ഓൺ ഇലക്ഷൻ കമ്മീഷൻ. അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ ഇത്തരം കാര്യങ്ങൾ വളരെ ഗൗരവമായിട്ട് എടുക്കുകയും സംശയത്തിന് അതീതമായൊരു നിലപാട് മുമ്പോട്ട് വെക്കുകയും ഇലക്ഷൻ പ്രക്രിയ ജനാധിപത്യത്തിന്റെ അടിസ്ഥാനമാണ്. രാഹുൽ ഗാന്ധി റേസ് ചെയ്ത പല പോയിന്റും വാലിഡ് ആണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നതോ തോന്നുന്നതോ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് അദ്ദേഹം ഒരു എക്സ്പോസിഷൻ തരികയാണ്. ഒരു പോയിന്റ് ബൈ പോയിന്റ് റിബട്ടൽ ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ലെങ്കിൽ ജനാധിപത്യ പ്രക്രിയയിലുള്ള നമ്മുടെ വിശ്വാസം കുറയും. മാത്രമല്ല ഇപ്പൊ CCTV ഫുട്ടേജിന്റെ കാര്യം പറയുകയുണ്ടായി. 5 മണിക്ക് ശേഷം അസാധാരണമാം വിധം ഇലക്ഷന്റെ നമ്പർ കൂടുന്നു. ആൾക്കാർക്ക് സംശയം ഉണ്ടായില്ലേ? ഇത് കോൺഗ്രസ്സുകാർക്കും BJPക്കാർക്കും CPMകാർക്കും രാഷ്ട്രീയം ഉള്ളവർക്കും ഇല്ലാത്തവർക്കും സംശയം തോന്നും. അപ്പൊ ഈ ഇലക്ടോറൽ ഡെമോക്രസിയിലുള്ള വിശ്വാസം വീണ്ടെടുക്കാൻ ഇപ്പോൾ ഒരു ഹിറ്റ് ഉണ്ടായിട്ടുണ്ട്. ഇല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഹിന്ദു എഡിറ്റോറിയൽ എഴുതിയിട്ടുണ്ട്, ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് എഡിറ്റോറിയൽ എഴുതിയിട്ടുണ്ട്. രാജ്യത്തിൽ അങ്ങോളം ഇങ്ങോളം വലത് ലീനിങ് ആയ മാധ്യമങ്ങൾ പോലും പല സംശയങ്ങളും ഉന്നയിച്ചിട്ടുണ്ട്. അപ്പൊ രാഹുൽ ഗാന്ധി പ്രസക്തമായ ഒരു വിഷയമാണ് ഉന്നയിച്ചത്. അതിൽ അഗ്നിശുദ്ധി നടത്തി വരേണ്ടതോ അല്ലെങ്കിൽ തെളിയിക്കേണ്ടതോ ഓണസ് ഈസ് ഓൺ ഇലക്ഷൻ കമ്മീഷൻ എന്ന തിരിച്ചറിവ് നമുക്ക് വേണം. ഈ വിഷയത്തെ നമ്മൾ പുച്ഛിക്കുകയോ പരിഹരിക്കുകയോ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ ഇതുവരെ എടുത്തിരിക്കുന്ന സമീപനം എനിക്ക് തോന്നുന്നില്ല ജനാധിപത്യ ഇന്ത്യയിൽ ആർക്കും യോജിക്കാൻ കഴിയുന്നു.